പച്ചമാരി എൻ്റെ അമ്മൂമ്മ ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ കാണിക്കാൻ പോകുന്നത്. പച്ചമാരി അമ്മൂമ്മയെ കഴിക്കൊണ്ടിരിക്കുകയാണ്. അമ്മൂമ്മ എത്ര വർഷം കഴിയണം? ഞാനൊരു 7-8 പ്രാവശ്യം കഴുകും. അതിന്റെ ബ്ലഡൊക്കെ പോകണം. അതുകൊണ്ട് അമ്മൂമ്മ കഴുകി കഴിഞ്ഞ് ഇച്ചിരി മസാല പുരട്ടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം കുക്കറിലിട്ട് വേവിക്കണം. അമ്മൂമ്മ മുളക് പൊടി ഇട്ട് ഇതെന്താ അമ്മൂമ്മ മല്ലിപ്പൊടി പിന്നെ മഞ്ഞപ്പൊടിയും പിന്നെ ഉപ്പുപൊടി ഇട്ട് അമ്മൂമ്മ പുരട്ടി ഒരു 5-10 മിനിറ്റേക്ക് വെച്ചേക്കും. അമ്മൂമ്മ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് 5-10 മിനിറ്റേക്ക് വെക്കാൻ വേണ്ടി അമ്മൂമ്മ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അമ്മൂമ്മ വേറെ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചേക്കാണ്. കുറച്ചൊരു 5 മിനിറ്റേക്ക് വെക്കാൻ വേണ്ടി കുറച്ച് വെള്ളവും ചേർത്തിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് ഇനി വേവിക്കാനായിട്ട് അമ്മൂമ്മ വെക്കാൻ പോവാണ്. കുക്കർ അടച്ച് എന്നിട്ട് അമ്മൂമ്മ ഗ്യാസ് കത്തിക്കാൻ പോവാണ്. കത്തിച്ച് അമ്മൂമ്മ കുക്കർ അതിൻ്റെ അകത്തേക്ക് വെക്കാൻ പോവാണ്. വെച്ച് ഇനി അടുത്തത് അമ്മൂമ്മ ഉള്ളി അരിയാൻ വേണ്ടി ഉള്ളി എടുക്കാൻ പോവാണ്. ചുമ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മൂമ്മ തൊണ്ടൊക്കെ ചെത്തി മാറ്റിയാണ്. പിന്നെ ഉള്ളംകിഴങ്ങ് എടുക്കും. അമ്മൂമ്മ ഒരു ഉള്ളംകിഴങ്ങ് എടുത്ത് അതിൻ്റെ തൊണ്ട ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഉള്ളിയും ഉള്ളംകിഴങ്ങും എല്ലാം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അമ്മൂമ്മ ചെത്താൻ പോവാണ്. കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മ അരിയാൻ പോവാണ്. ഉള്ളി അമ്മൂമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മൂമ്മ നമ്മളിപ്പോ ബീഫ് വേവിക്കാൻ വെച്ച് എത്ര വിസിൽ അടിക്കണം വേവാൻ വേണ്ടി? ബീഫിനാവുമ്പോ ഒരു 7-8 അടിയെങ്കിലും അടിക്കണമെങ്കിൽ അത് വെന്ത് കിട്ടത്തുള്ളൂ. അമ്മൂമ്മ ഉള്ളംകിഴങ്ങ് എന്തിനാ അരിയുന്നത്? ഒരു ഇറച്ചിക്ക് ഞാൻ ഒരു കിഴങ്ങ് കണ്ടിച്ചിടും. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെയ്യൊക്കെ ആ കിഴങ്ങിനുള്ളിലേക്ക് അങ്ങ് പിടിച്ചോളും. അതുകൊണ്ട് ഒരു കിഴങ്ങ് കണ്ടിച്ചിടിഞ്ഞ് അതൊരു ടേസ്റ്റാണ്. ഇപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛന്മാരെ അമ്മൂമ്മ അതെല്ലാം അരിഞ്ഞ് വെച്ച് എല്ലാം ഇതാക്കാൻ വെച്ച് ഉള്ളിയും ഉള്ളംകിഴങ്ങും മുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് അമ്മൂമ്മ ഇഞ്ചിയും വെളുത്തുള്ളിയും തൊണ്ട് കളഞ്ഞിട്ട് മിക്സിയിട്ട് അടിക്കാൻ പോവാണ്. അമ്മൂമ്മ ഇഞ്ചി ഇതാക്കിയ ശേഷം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അമ്മൂമ്മ തുറന്ന് കാണിക്കേ നല്ല ഇത്ര അറിഞ്ഞാൽ മതി. അത് ബീഫ് മാറ്റിയിട്ട് അങ്ങോട്ട് ബീഫ് വെന്ത് അതിന് ശേഷം അമ്മൂമ്മ ഗ്യാസ് ഓഫ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസ് വീണ്ടും കത്തിച്ച് ഉള്ളി വാട്ടാൻ വേണ്ടി അമ്മൂമ്മ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. മച്ചന്മാരെ അമ്മ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. മച്ചന്മാരെ അമ്മൂമ്മ മസാലക്കൂട്ട് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. മസാലക്കൂട്ട് വറക്കാൻ വേണ്ടി മച്ചന്മാരെ അമ്മൂമ്മ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമ്പൂവിൻ്റെയും എല്ലാം കൂടി ഉള്ളത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് പെരിഞ്ചീരകം കൂടി പൊട്ടിക്കുകയാണ്. ഇത് പാക്കറ്റാണ് എൻ്റെ അകത്ത് വരുന്നത്. പാക്കറ്റോടെ എടുത്തിട്ടു എല്ലാം കൂടി എന്നിട്ട് അമ്മൂമ്മ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മൂമ്മ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ചൂടായ മതി അല്ലെങ്കിൽ കുറെ ചൂടാണ് ജസ്റ്റ് ചൂടായ നല്ലതോണം ചൂടാ, അല്ലെങ്കിൽ അതിന് പച്ച വയ്ക്കും. അതോടെ നല്ലവണ്ണം ചൂടാവണം. മഴ വറക്കുന്നതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇത് നല്ലതുപോലെ മൂത്തില്ലെന്ന രീതിയിൽ ഇതിന് പച്ച വയ്ക്കും. അതുകൊണ്ടാണ് നല്ലതുപോലെ ചുമന്ന് മൂത്ത് വരട്ടെ. അതിന് ശേഷം പൊടിച്ച് ചേർക്കണം. മച്ചന്മാരെ സൗണ്ടിട്ട് അമ്മ മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി ഒന്ന് ഉപ്പിട്ടുണ്ട്. പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. മച്ചന്മാരെ കുറച്ച് നേരത്തേക്ക് നാനും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ മസാലക്കൂട്ട് വറുത്തത് പൊടിക്കാൻ വേണ്ടി മിക്സിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മഴ അമ്മ മസാലപ്പൊടി കൂട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, പൊടിയാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ വേവിക്കാൻ വെച്ച ബീഫ് കറി അമ്മ തുറന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അമ്മ പൊടിച്ച് വെച്ച മസാല കൂട്ട് മിക്സിയിൽ നിന്ന് എടുത്ത് മാറ്റി ഒരു പേപ്പറിലേക്ക് ഇട്ടിട്ടുണ്ട്. വാടി കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അതിനങ്ങോട്ട് ഇട്ട് കൊടുക്കണം. മച്ചന്മാർ അമ്മ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത്. അതായത് അമ്മൂമ്മ ബീഫ് വേവിച്ച് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ബീഫ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അതിന് പേസ്റ്റുകളെല്ലാം ചേർത്ത് റെഡിയാക്കി എടുത്താൽ മതി. മച്ചന്മാർ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചാണ് എരിവ് ചേർക്കേണ്ടത്. അമ്മൂമ്മ ഒരു സ്പൂൺ എരിവ് ചേർത്തിട്ടുണ്ട്. ഇച്ചിരി കുരുമുളക് പൊടി ആവശ്യത്തിന് ഇഷ്ടമുള്ള കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും. കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും എല്ലാം അതൊക്കെ മസാല വെച്ച ചിക്കൻ കൂടി ഇട്ട് കൊടുക്കണം. അമ്മ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി അമ്മ എത്ര മിനിറ്റ് വേണ്ടത് വേവാൻ വേണ്ടി? അവിടെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ അടുപ്പിൽ കിടന്നിട്ട് ചെറിയ തീക്കകത്ത് വെന്ത് കിട്ടണം. പിന്നെ മറ്റേ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം അടപ്പ് വെച്ച് അടച്ചു വെക്കാം. ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച അമ്മൂമ്മ ഇനി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എടുക്കാവുന്നതാണ്. മഴ കറി വെന്ത് മുളക് പൊടിയും ഇച്ചിരി കരിവേപ്പിലൂടി എണ്ണയിട്ട് വാട്ടിയിട്ട് അമ്മൂമ്മ കറിയിലേക്ക് ഇട്ടുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.